മണി മാജിക്കിലേക്ക് സ്വാഗതം. ഒരു വീട് പണിയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമായ തടി കിട്ടാനില്ല എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല. നമുക്ക് ആവശ്യത്തിന് നമ്മുടെ വീടിന് ആവശ്യമായ ഫർണിച്ചറുകൾ പണിയാനും അതുപോലെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ പണിയാനുള്ള തടി ചിലപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടില്ല. പലതും പുറത്തുനിന്ന് വരുന്ന തടിയായിരിക്കും. അതേ നമുക്കൊരിക്കലും വിശ്വസിച്ച് അതിനെ ഉപയോഗിക്കാനും ഒന്നും സാധിക്കില്ല. അവിടെയാണ് ഡിമാക് എന്ന് പറയുന്ന ബ്രാൻഡ് തടിക്ക് ഒരു ഉത്തമ പകരക്കാരനെ നമുക്ക് തരുന്നത്. ഈ ഡിമാക് ബ്രാൻഡ് ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ വീടിൻ്റെ ഈ ഫർണിച്ചറുകൾക്കായാലും ശരി, ഇൻറ്റീരിയറുകൾക്കായാലും ശരി ഉള്ള എല്ലാ തരം പ്രോഡക്റ്റും അവർ തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മണി മാജിക്കിൽ എന്നോടൊപ്പം ചേരുന്നത് ഡിമാക്കിൻ്റെ CEO ഡേവിഡ് സാറാണ്. ഹായ് സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തടി കിട്ടുക എന്നത് ഒരു വലിയ ടാസ്ക്കാണ് ഇന്നത്തെ കാലത്ത്. കാരണം 5 സെന്റിലൊക്കെ വീട് പണിയുന്നവർക്ക് പണ്ടൊക്കെ എന്ന് പറയാൻ നമുക്ക് നല്ല പുരയിടമൊക്കെ ഉള്ള സമയത്ത് തേക്കും പ്ലാവും ആഞ്ഞിലേക്ക് ഒരുപാട് നമ്മുടെയൊക്കെ പുരയിടങ്ങളുണ്ടാവും. പക്ഷെ ഇന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ ഇതൊന്നും ആഞ്ഞിലേക്ക് കണ്ട കാലം ഒരുപക്ഷെ പലരും മറന്നിട്ടുണ്ടാവും. തേക്ക് എന്ന് പറയുന്നതും അങ്ങനെ നട്ടു വളർത്തി അതൊക്കെ വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു ഇതായി മാറി. അങ്ങനെ തേക്കൊന്നും അവൈലബിൾ അല്ല. അവിടെയാണ് ഡിമാക് തടിക്ക് കൃത്യമായ റീപ്ലേസ്മെന്റ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ ഡിമാക്, എങ്ങനെയാണ് ഇത് തടിക്ക് പകരക്കാരനാവുന്നത്? സോ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുമ്പത്തെ കാലത്ത് എല്ലാവർക്കും വീടുകളിൽ സ്വന്തമായി വിവിധതരം മരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയ വീട് വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാവരും ചെയ്യുക സ്വന്തം വീട്ടിൽ നിന്നുള്ള ഒരു മരം വെട്ടി അല്ലെങ്കിൽ തറവാട്ടിൽ നിന്നുള്ള ഒരു മരം വെട്ടി അത് വെച്ച് വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള വിവിധതരം ഫർണിച്ചറുകൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്നത്തെ മരങ്ങൾക്ക് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, ദീർഘകാലം നിലനിന്നിരുന്നു. നമുക്ക് ഇപ്പോൾ നോക്കിയാലും നമുക്ക് പഴയ തറവാടുകളുടെ മരങ്ങളൊക്കെ ദീർഘകാലം നിലനിന്നിരുന്നു. പക്ഷെ കാലം മാറിയതിനനുസരിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മരങ്ങൾ വീടുകളിൽ ഇല്ലാണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ ആൾക്കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ വേറെ തരം മരങ്ങൾ, അതായത് പെട്ടെന്ന് നട്ടു വളർത്താൻ പറ്റുന്ന മരങ്ങൾ, അങ്ങനെയുള്ള മരങ്ങൾ ഉപയോഗിച്ച് ഫർണിച്ചറുകൾ പണിയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ മരങ്ങൾക്ക് തന്നെ അതിന്റെ ക്വാളിറ്റി ഒരു പ്രശ്നമായി വന്നു. അഗെയിൻ അതിനൊരു ലോങ് ലൈഫ് അതിന് അവൈലബിലിറ്റി കിട്ടില്ല. ഇപ്പൊ മുമ്പത്തെ മരങ്ങളെ പോലെ അല്ല ഇപ്പോഴത്തെ മരങ്ങളുടെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെതില്, 2 ഈർപ്പം. ഇപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥയുടെ പ്രത്യേകത അനുസരിച്ചിട്ട് ഈ 2 പ്രശ്നം എന്തായാലും ഉണ്ട്. അതായത് മിക്കവാറും ഏരിയകള് ഈർപ്പത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെതലിന്റെ ഒരു പ്രസൻസും എല്ലാ ഏരിയയിലും ഉണ്ട്. ഈ ക്വാളിറ്റി കുറഞ്ഞ ഈ മരങ്ങളൊക്കെ ഈ ഒരു പ്രശ്നം കാരണം കുറെ അഫക്റ്റഡ് ആയിട്ടുണ്ട്. അതെ. പിന്നെ ഈ വുഡിന് പകരം വന്ന ഓപ്ഷൻസ് ആണ് പ്ലൈവുഡ്. എന്നാലും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഈ പ്ലൈവുഡിനും ബാധകമാണ്. അപ്പൊ ഇതിനൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് ആലോചിച്ചതും. അപ്പോ എസ്പെഷ്യലി കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ 2018 പ്രളയം വന്നല്ലോ. അപ്പൊ ആ ഒരു ടൈമില് ഒത്തിരി ഫർണിച്ചറുകളൊക്കെ വേസ്റ്റ് ആയിപ്പോയി. വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ ഈ മരം കൊണ്ടും പ്ലൈവുഡ് കൊണ്ടും ഉണ്ടാക്കിയ ഫർണിച്ചറുകളെല്ലാം നശിച്ചുപോയി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അഗെയിൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ്, അതായത് വുഡിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിലാണ് നമ്മൾ PVC ബോർഡും WPC ബോർഡും എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ അവതരിപ്പിച്ചത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് PVC ആണ്, അതായത് പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി നേച്ചറിനെ ഉപദ്രവിക്കാതെ നമ്മൾ എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അഗെയിൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വുഡ് ഇപ്പോൾ അതിന്റെ അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നു. ഇന്ന് സേവ് ഫോറസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടോ. അപ്പോ ഉള്ള മരങ്ങളെ നമുക്ക് എങ്ങനെ മാക്സിമം സംരക്ഷിക്കാം, അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഗ്ലോബലി തന്നെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഉള്ള കാലത്ത് ഈ ഫർണിച്ചറുകൾക്ക് വേണ്ടിയിട്ട് കാട് നശിപ്പിക്കാതെ അല്ലെങ്കിൽ മരം മുറിക്കാതെ എങ്ങനെ നമുക്ക് ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള തോട്ട് പ്രോസസ്സിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറുകളും, അതായത് ഇപ്പൊ നമ്മുടെ ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ ബെഡ്റൂമിൽ ആവശ്യമുള്ള കബേർഡുകൾ, കട്ടിലുകൾ, സ്റ്റഡി ടേബിളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ലിവിംഗ് റൂം എടുക്കുകയാണെങ്കിൽ അവിടേക്ക് വേണ്ട ഇന്റീരിയർ ഡീറ്റെയിലിംഗ്, അല്ലെങ്കിൽ സോഫ, TV യൂണിറ്റ്, ഡൈനിങ് ടേബിൾ, അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പൊ കിച്ചണിലേക്കാണെങ്കിൽ കിച്ചൺ കബേർഡുകൾ, അങ്ങനെ എല്ലാ ഫർണിച്ചർ വർക്കുകളും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് ഫയർ റിട്ടാർഡന്റും ആണ്, വാട്ടർ പ്രൂഫ് ആണ്, ടെർമൈറ്റ് പ്രൂഫ് ആണ്. ഈ 3 ക്വാളിറ്റി വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു
വീട് പണിക്ക് ഏറ്റവും മികച്ചൊരു ഓൾട്ടർനേറ്റീവ് ആണത്. ഈ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ആദ്യം ചോദ്യം മനസ്സിൽ വരുന്നത് ഇക്കോ ഫ്രണ്ട്ലി ആണോ ഇത് എന്നുള്ള ഒരു ചോദ്യമായിരിക്കും ആദ്യം മനസ്സിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് 100% റീസൈക്ലബിൾ ആണ്. അപ്പോൾ ബേസിക്കലി ഇപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിപ്പോ ഇതിന്റെ ആവശ്യം കഴിഞ്ഞാൽ ഇത് വലിച്ചെറിയേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് പർച്ചേസ് ചെയ്ത് നമുക്കത് റീസൈക്കിൾ ചെയ്ത് നമുക്ക് വീണ്ടും പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ 100% റീസൈക്കിളബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആവുന്നില്ല. അതായത് നശിച്ചെങ്കിൽ ഇത് വലിച്ചെറിയാൻ പറ്റുന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇതിന് ഇത് അഗൈൻ വൺസ് ഇത് കെമിക്കലി ഫോംഡ് ആയ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിന് പിന്നെ വേറെ ഡിഫോർമേഷൻസോ അങ്ങനെ ഒന്നും വരാനില്ല. ഇതിന് ബേസിക്കലി ലൈഫ് ടൈം ഗ്യാരണ്ടി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇത് തടിക്ക് ആൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ തടിയുടെ വിലയോടൊപ്പം നിൽക്കുമോ അതോ തടിയേക്കാളും കുറച്ച് വില കുറച്ച് കിട്ടുമോ, നമുക്ക് ലാഭം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം. നല്ല ക്വാളിറ്റി തടിയുടെ ഒരു വിലയാണ് ഇതിലും വരുന്നത്. ഇതിലും തന്നെ പല റേഞ്ചിലുള്ള പ്രൊഡക്ട്സും കിട്ടും. പക്ഷെ ബേസിക്കലി ഇതിന്റെ ഒരു നല്ല പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി തടിയുടെ ഒരു വില തന്നെയാണ് വരുന്നത്. പക്ഷെ അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് തടിയേക്കാളും മച്ച് ഹയർ ആണ് നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഈ ഫാമിലി ബിസിനസ് ആണെന്ന് നമ്മൾ സംസാരിച്ച വഴിക്ക് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണ് ശരിക്കും ഈ ഡിമാക്കിന്റെ മറ്റ് ഫാമിലി ബിസിനസ്സുകൾ? ബേസിക്കലി ഡിമാക് എന്റെ ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് മുമ്പ് വേറെ പല ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 2014 ഡിമാക് എന്നുള്ളൊരു ബ്രാൻഡ് നമ്മൾ ഫോം ചെയ്തത്. ഡിമാക്കിന്റെ നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് വരുന്നത് സ്റ്റീൽ പ്രൊഡക്ട്സ് ആണ്, അതായത് GP പൈപ്സ് ആൻഡ് ട്യൂബ്സ്. അപ്പൊ അത് 2014 നമ്മൾ തൃശ്ശൂർ മാളയിലാണ് അതിന്റെ യൂണിറ്റ് ഉള്ളത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള GP പൈപ്സ് ആൻഡ് ട്യൂബ്സ് നമ്മുടെ ഫാക്ടറിയാണ്. അപ്പം ആ ഒരു സെഗ്മെന്റിലും ഡിമാക് ആണ് നമ്പർ 1 ആയിട്ട് വരുന്നത്. അപ്പം ഈ സ്ട്രക്ചർ വർക്ക്സിന് വേണ്ടിയിട്ട്, അതായത് സ്കഫോൾഡിങ് അല്ലെങ്കിൽ റൂഫ് ടോപ്പിൽ വരുന്ന ഷീറ്റ് ഇടാനുള്ള വർക്ക്സിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നന്നായിട്ട് ഇന്ന് കേരളത്തിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളൊരു എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ ഒരു 2018 ഫ്ലഡിന് ശേഷം നമ്മളൊരു 2020 ഈ ഒരു WPC അല്ലെങ്കിൽ PVC ബോർഡിന്റെ കാറ്റഗറിയിലേക്ക് നമ്മൾ വന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഇപ്പം നോർമൽ ബോർഡുകൾ ഉണ്ട് ഫർണിച്ചറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ തന്നെ ഡോറുകളും ഡോർ ഫ്രെയിമുകളും. അപ്പൊ ഈ കട്ടിലകളൊക്കെ ബേസിക്കലി ഈ നേരത്തെ പറഞ്ഞ ചെതലിന്റെയും ഈർപ്പത്തിന്റെയും പ്രശ്നം ഇതിനും ബാധകമാണ്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ ഈ കട്ടിലമൊക്കെ നോക്കിയാൽ മനസ്സിലാവും, അടിയിൽ നിന്നൊക്കെ പതുക്കെ മെറ്റീരിയലിന്റെ ഇത് പോയി വരുന്നുണ്ടാവും. ഇത് വികസിക്കും. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നോർമൽ വുഡിന് വരുന്നുണ്ട്. അപ്പൊ അതിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റീപ്ലേസ്മെന്റ് ആയിട്ട് ഈ പറഞ്ഞ WPC അല്ലെങ്കിൽ PVC ബോർഡ്സ് വെച്ചിട്ട് നമ്മൾ ഡോറുകളും അതിന്റെ ഡോർ ഫ്രെയിമുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ നമ്മളൊരു വീട് നമ്മൾ പുതുതായിട്ട് വെക്കാൻ പോകുമ്പോഴത്തേന് നമുക്ക് വേണ്ടത് ഫർണിച്ചറുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഈ ഫിറ്റിംഗ്സ്, ഈ കട്ടള ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇതാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു രീതി? ഒരു ഏതെങ്കിലും ഏജന്റിനെ പോയി കാണുകയാണോ അതോ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്യണോ? എങ്ങനെയാണ് സാധാരണ ഒരു വീട് വെക്കാൻ പോകുന്ന ഒരാൾ ചെയ്യേണ്ടത്? സോ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് ഒരു വീട് വെക്കാൻ പോകുന്ന കസ്റ്റമർ ഒബ്വിയസ്ലി അവർക്കൊരു ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ഉണ്ടാവും. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ ഓൾ കേരള നമ്മൾ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എല്ലാ സിറ്റീസിലും നമുക്ക് ഡീലേഴ്സ് ഉണ്ട്. നമ്മളൊരു ഹാർഡ്വെയർ ഷോപ്സ് ഒക്കെ നമ്മുടെ ഡീലർ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് നമുക്കൊരു 120 ഡീലേഴ്സിനടുത്ത് നമുക്ക് കേരളത്തിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അവർക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലറിനെ അപ്രോച്ച് ചെയ്യാം. അഗെയിൻ നമ്മളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കോൺഫിഡൻസ് ഉള്ള നമ്മുടെ ഒരു എംപാനൽഡ് ആയിട്ടുള്ള ഒരു 10ഓളം ഇന്റീരിയർ ഡിസൈനിങ് ഫേംസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ വെച്ച് ഹൈ ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്ന ഫേംസ് ഉണ്ട്. നമ്മൾ അവരെ സജസ്റ്റ് ചെയ്യും. അപ്പം അവര് ത്രൂ ഈ കസ്റ്റമറിന് ആവശ്യമുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് അവരുടെ വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ മരപ്പണി ചെയ്യുന്നവർക്ക് ഇത് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അവർക്ക് ഈ പറഞ്ഞ ഫർണിച്ചറുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സാധാരണ നോർമൽ കാർപ്പന്റേഴ്സിനൊക്കെ ഈ മെറ്റീരിയൽ വെച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. അവരുടെ സെയിം ടൂൾസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഹൈലി ലൈക്ക് ടോട്ടലി ഡിഫറെന്റ് സ്കിൽ സെറ്റ് ആവശ്യമില്ല. അവരുടെ കയ്യിലുള്ള സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ടൂൾ സെറ്റ് വെച്ചിട്ട് തന്നെ അവർക്ക് ഇത് വർക്ക് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നത്തിനാണ് സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം തടി, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തടി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അതിന് നമ്മൾ തടി വെച്ച് ഇനി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സമയത്താണ് ഞാൻ ആൾട്ടർനേറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡിമാക്കിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ സക്സസും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.